കൊച്ചി വെണ്ണയിലാണ് കാവ്യ മാധവന്റെ സ്വന്തം വീട്. മാസങ്ങൾക്ക് മുമ്പ് മാധവൻ സന്തോഷത്തോടെ ഭാര്യയുടെ കൈപിടിച്ച് ഇറങ്ങിപ്പോയ ആ വീട്ടിലേക്ക് ഇപ്പോൾ ചേതനയേറ്റ മൃതദേഹവുമായി തിരിച്ചു എത്തിയിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് മാധവന്റെ മൃതദേഹം അവിടേക്ക് എത്തിച്ചത്. കാവ്യയും ദിലീപും മക്കളായ മഹാലക്ഷ്മിയും മീനാക്ഷിയും അമ്മ ശാരദയുമൊക്കെ രാവിലെ തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴിതാ മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അച്ഛൻ മാധവന്റെ മൃതദേഹം വെണ്ണയിലെ വീട്ടിലേക്ക് എത്തിച്ച മാധവന്റെ വേർപാട് ഏറ്റവുമധികം വേദനിക്കുന്നത് ഭാര്യയെയും മക്കളെയും തന്നെയാണ്. അതേസമയം അപ്പൂപ്പൻ തങ്ങൾക്കൊപ്പം ഇല്ല എന്ന് അറിയാമെങ്കിലും അപ്പൂപ്പൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം എത്രത്തോളം വേദനാജനകമാണെന്ന് മനസ്സിലാക്കാൻ പേരക്കുട്ടി മഹാലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടില്ല. അതറിയാതെ വല്ലപ്പോഴും അരികിൽ കിട്ടുന്ന ചേച്ചി മീനാക്ഷിയുടെ മടിയിലിരുന്ന് കളിക്കുകയായിരുന്നു മഹാലക്ഷ്മി. അതിനിടെയാണ് പുറത്ത് വലിയ വാഹനം വന്നതിൻ്റെ ശബ്ദം കേട്ടത്. അത് കേട്ട് ചേച്ചിയുടെ മടിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടി വന്ന മഹാലക്ഷ്മി ആംബുലൻസ് കണ്ട് ഒരു വേള മിഴിച്ചു നിന്ന് ഉടനെ അകത്തേക്ക് കയറിപ്പോവുകയായിരുന്നു. അപ്പൂപ്പനെ കൊണ്ടുവന്നു എന്ന് നിഷ്കളങ്കതയോടെ അമ്മയോട് പറഞ്ഞ മാമാട്ടിയുടെ മുഖം കണ്ട് പൊട്ടിക്കരച്ചിലുകൾ ഉയരുകയായിരുന്നു അവിടെ. അതേസമയം നാളെയാണ് മാധവന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് വെണ്ണയിലെ വീട്ടിലും തുടർന്ന് പൊതുദർശനം നടത്തുന്നതിനു ശേഷമായിരിക്കും നാളെ സംസ്കാരം നടത്തുക. നടി ജോമോൾ അടക്കമുള്ള സിനിമാ സഹപ്രവർത്തകർ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഓണത്തിന് തിരികെ എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി മരണം എത്തിയതും ആ വിധിയോടൊപ്പം തന്നെ പോകേണ്ടി വന്നതും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് മാധവന്റെ മൃതദേഹം കൊച്ചിയിൽ എടവണ്ണയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. കാവ്യയും ദിലീപും മക്കളായ മഹാലക്ഷ്മിയും മീനാക്ഷിയും അമ്മ ശ്യാമളയുമൊക്കെ തന്നെ ഇന്ന് രാവിലെയാണ് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിയത്. അതിനു പുറമെ അച്ഛൻ്റെ മൃതദേഹം എത്താനുള്ള കാത്തിരിപ്പിലായിരുന്നു. നടപടികൾ പൂർത്തിയാക്കിയ വിമാനമാർഗമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ മാധവന്റെ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് അവിടെ നിന്നും ആംബുലൻസ് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിച്ചു. ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. സിനിമ, സീരിയൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.